ഗൈസ് നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഫുഡ് ഗൈസ് ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമ്മൾ ദുബായിൽ ഒറ്റ ദിവസമേ ഉള്ളൂ ഗൈസ്. ഈ ഒരു ദിവസം നമ്മൾ ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഭയങ്കര സെറ്റപ്പായിട്ട് നമുക്കിന്ന് അത് സ്പെൻഡ് ചെയ്യണം ഗൈസ്. എമിൽ ബ്രോ കൂടെ തന്നെ ഉണ്ട് കട്ടക്ക് കേട്ടുള്ള പോലെ. എമിൽ ബ്രോ രാവിലെ തന്നെ എന്തോ വലിയ മീറ്റിങ്ങിലാണ് കമ്പനി. പിന്നെ ഒരു ദിവസം വിട്ടു നിന്ന് കഴിഞ്ഞാൽ തന്നെ അതുപോലെ ഭയങ്കരമായിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു വ്യക്തിയാണ് എമിൽ ബ്രോ. പിന്നെ ഇപ്പോൾ ഗൈസ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റോബിക്ക ഫാൻസ് അസോസിയേഷൻ ദുബായ് ചാർട്ടറിൻ്റെ പ്രസിഡൻറ്റ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങളെ ഇന്ന് ഞങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി. അപ്പോൾ ആൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഈ ആൾ വന്നാൽ ഉടനെ തന്നെ നമ്മൾ പിന്നെ ഇന്ന് പല പരിപാടികളാണ്. മൊത്തത്തിൽ ഇന്നൊരൊറ്റ ദിവസം ദുബായിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് എന്ത് കാണിക്കും. എന്നിട്ട് ഇന്ന് നാളെ വെളുപ്പിനെയാണ് നമുക്ക് ഫ്ലൈറ്റ്. പക്ഷേ ഇന്ന് മിഡ് നൈറ്റ് നമ്മൾ എയർപോർട്ടിൽ പോകണം. അപ്പോൾ കീപ് സപ്പോർട്ടിങ് ഗൈസ്. അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. മാത്യു സാർ വന്ന് പിക്ക് ചെയ്തു. മാത്യു സാർ അറിയാമല്ലോ. സാർ നമ്മുടെ ഇപ്പോഴത്തെ ദുബായ് വിങ്ങിൻ്റെ പ്രസിഡൻ്റാണ്. അടുത്ത വരുംകാല പ്രസിഡൻ്റായി ഇരിക്കുന്നത് വാൻകൂവറിൻ്റെ ഗൈസ്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ആരാമത്തിലോട്ട് വന്നു. മാത്യു സാറോ ഇന്നത്തെ ഫൈനാൻസ് മൊത്തം എമിൽ ബ്രോയും ട്രാവൽസ് മൊത്തം മാത്യു സാറ് വന്നു നോക്കുന്നു. എമിൽ ബ്രോ അല്ലേ? എമിൽ ബ്രോ മനസ്സിലായല്ലേ നിനക്ക് നിന്റെ ദുബായിലുള്ള നിന്റെ ഹോൾഡ് മനസ്സിലായല്ലേ? അങ്ങനെ ഗൈസ് ആരാമൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. മാത്യു സാർ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി ഇവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച്. എമിൽ ബ്രോ ഓണല്ലേ? നിനക്കൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞു? നീ ഡയറ്റല്ലേ? സാറിന് എനിക്ക് ലൈറ്റായിട്ടൊരു ഗൈസ് നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ പുട്ട്, ബീഫ്, മാത്യു സാറ് മുട്ട റോസ്റ്റ്, കള്ളപ്പം, എമിൽ ബ്രോയുടെ വൈബ് ഐറ്റം, നെയ് റോസ്റ്റ്, എന്താ ചമ്മന്തി, സാമ്പാർ. എമിൽ ബ്രോ വന്ന് കഴിച്ചിട്ടൊന്ന് അതിൻ്റെ റിവ്യൂ ഒന്ന് പറഞ്ഞു. കഴി എങ്ങനെയുണ്ട്? അല്ല തൊട്ടിട്ട് എങ്ങനെയുണ്ട്? കൺസിസ്റ്റൻസി എങ്ങനെയുണ്ട്? നിൻ്റെ ആ മുഖത്ത് എക്സ്പ്രഷൻ വരുന്നില്ലല്ലോ. അത് കറക്റ്റ്. അത് എങ്ങനെയുണ്ടെന്ന് എഗ് റോസ്റ്റ് അതിൻ്റെ ശാസ്ത്രീയ രീതിയിൽ തന്നെ അത് മുറിച്ചെടുത്ത് ഏതാ ഐറ്റം എന്ന് പറഞ്ഞത് അത് കഴിക്കുന്ന മസാല മാത്രം ഇച്ചിരി എടുത്തൊന്ന് കഴിച്ചു. ടേസ്റ്റാണ്. അയ്യോ എൻ്റെ പിന്നെ പറയണ്ടല്ലോ എമിൽ ബ്രോ പോലെ തന്നെ. അങ്ങനെ കഴിച്ച് ഞങ്ങൾ ആരാമത്തിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. വളരെ ലൈറ്റായിട്ടുള്ള ഫുഡായിരുന്നു. ഞാനൊരു പുട്ട് പിന്നെ എൻ്റെ കൂടെ 2 ബീഫ്, ഒരു നാടൻ ചിക്കൻ കറി, എമിൽ ബ്രോ നെയ് റോസ്റ്റ്, ഒരു പൊറോട്ട, കാക്കുറ്റി പുട്ട്, സാറ് 2 കുറ്റി പുട്ട്, വട പിന്നെ അതിനകത്ത് കണ്ണടിച്ചിലിനകത്ത് ഇത്രയ്ക്ക് ഉള്ളായിരുന്നു. അത് മൊത്തം എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ കിടക്കുന്നത് കേസ്. അപ്പോൾ ഫുഡ് കഴിഞ്ഞു. എമിൽ ബ്രോയുടെ വലിയ മനസ്സ്, എമിൽ ബ്രോയാണ് പേ ചെയ്തത്. മാത്യു സാർ ജിമ്മാണല്ലേ? അങ്ങനൊന്നും ഇല്ല. ഒരു ദുബായിയുടെ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. മാത്യു സാറാണ് വണ്ടി ഓടിക്കുന്നത്. എമിൽ ബ്രോ കൂടെ കട്ടക്ക് കട്ടള പോലെ ഉണ്ട്. ഗായ്സ് ആ കാണുന്ന ബുർജ് ഖലീഫയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എമിൽ ബ്രോയ്ക്ക് ബുർജ് ഖലീഫ ഒന്ന് കാണണമെന്നൊരു വലിയ ആഗ്രഹം. പിന്നെ ആലിയ ഭട്ട് വൈറലാക്കിയ ആ കേക്ക് അത് ഉള്ളതാണോ അല്ലയോ എന്നുള്ളത് കറക്റ്റ് റിവ്യൂ ഇന്ന് റോബിക്കാറ്റൊക്കെ ചെയ്യുന്നതായിരിക്കും. ഗൈസ് ദുബായിൽ ടിം ഹോട്ടൽസ് നമ്മൾ വന്നിരിക്കുകയാണ്. കാനഡയിലുള്ള ഐറ്റംസ് ഒന്നും അല്ല ഇവിടെ ഉള്ള. ടോട്ടലി ഡിഫറെൻറ്റ് ഐറ്റംസാണ്. ടിംബിറ്റ്സ് ഒക്കെ വേറെ തന്നെ വൈബ് ഐറ്റംസാണ് ഗൈസ്. ഡോണറ്റ്സും എല്ലാം ഡിഫറെൻറ്റാണ്. ഡോണറ്റ്സ് ഒക്കെ ഡിഫറെൻറ്റാണ്. ടിംബിറ്റ്സ് ഒക്കെ വേറെ ഐറ്റംസ് അതുണ്ട്. ടിംബിറ്റ്സ് നമ്മളവിടെ ഇല്ല. വാട്സാ ബ്രോ, മാത്യു സാർ ഇവിടെ ഉണ്ട്. എമിൽ ബ്രോ ക്ലാസ്സൊക്കെ വെച്ചു. ലെവല് ലുക്ക്. അങ്ങനെ നമ്മൾ ബുർജ് ഖലീഫയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ആലിയ ഭട്ട് വൈറലാക്കി കേക്ക് അതിൻ്റെ സത്യസന്ധമായ റിവ്യൂ കൂടെ നമ്മൾ ഇന്നെടുത്ത്. ഇത് നടന്നിട്ടും തീരുന്നില്ലല്ലോ ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി ദുബായ് മോളിൽ എത്തിക്കഴിഞ്ഞു ഗൈസ്. ബുർജ് ഖലീഫ ഇതുവരെ കണ്ടില്ലല്ലോ. ഇവിടെ ഉണ്ടോ? അതേ ഇരിക്കുന്നു. പിന്നെ ഗോപ്രോകളുണ്ട്. അടിപൊളി പിക്ചേഴ്സ് എടുത്തു തരാം. അങ്ങനെ ഫൈനലി നമ്മുടെ ബുർജ് ഖലീഫയിലെത്തി ഗൈസ്. ഈ വീവത്സമായ ഈ ഒരു ബിൽഡിങ് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. ബുർജ് ഖലീഫ
എമിൽ ബ്രോയ് മാത്യു സാർ ബുർജ് ഖലീഫയുടെ ചരിത്രമൊക്കെ എമിൽ ബ്രോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. എമിൽ ബ്രോ അത് കേട്ടോണ്ടിരിക്കുന്നു. അതെ, ഇത് പണിത കാര്യങ്ങൾ എങ്ങനെയാണ് ഇത്, അത് ഒരുപാട് പേര് ഒരുപാട് റിസ്ക് ഒക്കെ എടുത്താണ് പണിത്. ഇതാണ് നമ്മുടെ ആലിയ ഭട്ടിൻ്റെ കേക്ക്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഗൈസ്. എനിക്ക് തോന്നുന്നില്ല അങ്ങ് അടിപൊളി എന്നൊന്നും പറയാനില്ല, പക്ഷേ ടോട്ടലി ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. കൊള്ളാം ഗൈസ്. അങ്ങനെ നമ്മൾ എമിൽ ബ്രോയെ ഒന്ന് മെനയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയെങ്കിലും ഒരു മെനയായല്ലോ സച്ചി. അങ്ങനെ കുറച്ച് കാശ് ചിലവായാലും വേണ്ടില്ല, കാടൊക്കെ ഒന്ന് വെട്ടി തെളിച്ച്. നല്ല പ്രായമുണ്ട് നിനക്കില്ലടാ. താനുണ്ടോ ഏട്ടൊക്കെ തലയിൽ വേണ്ടി കാണുമല്ലേ? അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിച്ചു. ഇതൊരു മെയിൻ ടാസ്ക് ആയിരുന്നു. അതായത് ഏകദേശമൊക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ടോ ബ്രോ? ഇച്ചിരി വൃത്തിയായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നില്ലേ? ഓയിൽ വെച്ചിട്ട് കാര്യമില്ല, കുളിച്ചാൽ മതി ഡെയിലി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സെറ്റായിട്ടുണ്ട്. മാത്യു സാർ ചെയ്തില്ല, മാത്യു സാറിന് ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ രണ്ടുപേരും സെറ്റായി. അപ്പോൾ ഇവിടെ ഹൈലി റെക്കമെൻഡഡ് ആണ് കേസ്. ഇവിടെ വന്ന് ചേട്ടൻ്റെ പേരെന്താന്ന് പറഞ്ഞില്ല നമ്മുടെ വ്ളോഗിൽ. എന്താണ് കടയുടെ പേര് പറഞ്ഞത്? നെഹ്റലൈൻ. വന്ന് സെറ്റ് ചെയ്ത കേസ്. അടിപൊളി കിടിലൻ മുടിവെട്ട്, ഷെയ്വിങ് ആണ്ട് ഒരു വൃത്തിയില്ലാതെ എമിൽ ബ്രോ ഒക്കെ ഉണ്ട്. ഇപ്പോൾ സൽമാൻ ഖാൻ്റെ കൂട്ടായിരിക്കുന്നത്. അപ്പോൾ ശരി ബ്രോ, താങ്ക് യു സോ മച്ച്. വ്ളോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. ഇതാണ് കേസ് കട. കിടിലൻ സർവീസാണ്, വലിയ റേറ്റും ഇല്ല. भाई हाईली रिकमेंडेड. भाई आपका नाम क्या है? अब्दुल वहीद. हेयर कट डिफरेंट लेवल है गाइस. लेकिन इधर आके कुछ भी कर लो, लेकिन रेट भी कम है और क्या सर्विस 5 स्टार सर्विस भी मिलेगा ना. हाँ वही है. ठीक है भाई, थैंक यू सो मच. ओके ആണല്ലേ. വന്നോളിയും കയറിക്കോളിയും ഇരുന്നോളിയും നല്ലോണം തിന്നോളിയും. വന്നപ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ കേസ് എവിടെ നമ്മൾ വന്നതെന്ന്. നമ്മുടെ സ്വന്തം ആദാമിൻ്റെ ചായക്കട. മാത്യു സാറിൻ്റെ ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. എമിൽ ബ്രോ പറയുന്നത് എമിൽ ബ്രോ നേരത്തെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എമിൽ ബ്രോയ്ക്ക് ഒന്ന് പഴയ ഒരു ഫീൽ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് അറിയാമല്ലോ കേസ്. അപ്പോൾ കേസ് നമ്മൾ പൊളിക്കുന്നു. ഞങ്ങളൊരു ബീഫ് റിബ് ഇവരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം ഉണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അല്ലേ. അല്ലേ മാത്യു സാറേ? പിന്നല്ല ആ ഒരു ആംബിയൻസ് അതാണ് ഇതിനകത്തൊക്കെ വലിയൊരു ഗൈസ്. ഈ റെസ്റ്റോറൻറ്റിലെ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലരും വന്നിട്ടുണ്ടാകും. ദുബായിലുള്ളവർക്കൊന്നും ഒരു പുത്തിരിയല്ല. കോഴിക്കോട്ട് ഇവരുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവരെല്ലാം പഴയ സാധനങ്ങൾ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പഴയ റേഡിയോ, ടി വി, പഴയ ചായ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള സെറ്റപ്പുകളാണ്. എമിൽ ബ്രോ നല്ല എൻജോയ് ചെയ്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലെ കവലയിലൊക്കെ ഇരുന്ന് കുടിക്കുന്നതായിട്ടുള്ള സെറ്റപ്പ് ഇല്ലേ കേട്ടോ. പാർലേജി, ബിസ്ക്കറ്റ്, ഗ്ലൂക്കോസ്, എല്ലാ ഐറ്റംസും ഉണ്ട്. തംസപ്പ്, ഷേവിങ് സോപ്പ്. എമിൽ ബ്രോ വേണ്ട എല്ലാവിധ ഐറ്റംസും ഉണ്ട്. വേറെ തന്നെ വൈബ്. ആഹാ മതി സാർ എങ്ങനെയുണ്ട്? സാറിന് നല്ലൊരു പഴയ വൈബ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറഞ്ഞ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയായിരുന്നു. നമ്മുടെ റോബിക്ക ഫാൻസ് അസോസിയേഷൻ്റെ ദുബായ് ചാപ്റ്ററിൻ്റെ പ്രസിഡൻ്റാണ്. എമിൽ ബ്രോയ്ക്ക് ഏതോ സ്ഥാനം കൊടുത്തിട്ടില്ല. അവൻ്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്താ വെച്ചാൽ ഞാൻ ചെയ്യും. വിഷമം ഉണ്ടാവില്ല. ഓ മൊത്തം വെടിയും പോകുക വന്നല്ലോ. വേറെ തന്നെ വൈബ്. ആ ആംബിയൻസ് ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊള്ളാം. ഇത് വേറെ തന്നെ വൈബാണ്. എവിടോ നീ തന്നെ ആദ്യം കൈ വെക്ക്. കൈസ് അങ്ങനെ അറ്റാക്ക് തുടങ്ങി. ഞാനൊരു വാരിയലിൻ്റെ ഒരു പീസൊക്കെ നല്ല ചൂടാണ്. ഈ സാധനം കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സാധനമാണ് കൈസ്. നമ്മളോട് എങ്ങനെയുണ്ട്? അത് സാർ എല്ലാം ഞാൻ എടുത്തത്. എന്തൊരു പറച്ചിലാണ് കേസ്. എന്നോട് തന്നെ പറയണം കേസ്. അങ്ങനെ അടുത്തത് മാത്യു സാറും എമിൽ ബ്രോയും കൂടെ പ്രോൺസ് കറിയും പൊറോട്ടയും പറഞ്ഞു. എമിൽ ബ്രോ പ്രോൺസ് കറി ഞാൻ കണ്ടെടുത്തത് ഒറ്റയ്ക്ക് കൊണ്ട് അട്ടിക്കോ സാമിക്കോ. എമിൽ ബ്രോ കേസ് ഇനി നാളെ തൊട്ടൊന്നും കിട്ടത്തില്ലെന്ന് ഓർത്ത് എല്ലാം നല്ലവണ്ണം അട്ടിച്ച് കയറ്റുന്നുണ്ട്. മാത്യു സാറിന് പിന്നെ കുഴപ്പമില്ല. മാത്യു സാർ ഇതൊക്കെ തന്നെ ഡെയിലി കഴിക്കും. ആ ചാറിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസി കണ്ടോ കേസ്. കഴിക്കാൻ കൊണ്ട് പൊട്ടിച്ച് ആ പൊറോട്ട ചെറുതായിട്ട് എടുത്ത് ആ പ്രോൺസ് അങ്ങോട്ട് പൊട്ടിച്ച്
എക്സ്പ്രഷൻ പോട്ടെ ബിജി വിട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പൊളി എന്നോട് എക്സ്പ്രഷൻ ഇടാതെ അറിയത്തില്ല കേട്ടോ. ഞാൻ ആദ്യ സാറിനോട് ചോദിക്കാം. ആദ്യ സാറ് വെറൈറ്റി ആയിട്ടാണ് റൈത്ത പിടിച്ചു. ആദ്യ സാറിന് നല്ലൊരു പീസ് തന്നെ കിട്ടി, തൊണ്ടോടുകൂടിയ ഷ്രിമ്പ്. അത് ആ തേങ്ങാപ്പാലിൻ്റെ ഒരു കൺസിസ്റ്റൻസി നല്ലോണം അറിയാനുണ്ട് കേസ്. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അത് സാർ ഒന്ന് കഴിച്ചേ. സാറ് എടുക്കുന്ന കണ്ടിട്ട് തന്നെ കൊതിയാകും. അതിൻ്റെ റൈറ്റ് എങ്ങനെയുണ്ട് സാറേ? വേറെ തന്നെ വേവ്. അങ്ങനെ കേസ് നമുക്ക് ഈ ഫുഡ് വ്ളോഗ് ഇവിടെ വെച്ച് അങ്ങ് അവസാനിപ്പിക്കാം. എന്നിട്ട് ഇനി ഞങ്ങൾ ഹോട്ടലിൽ ചെന്ന് പാക്കപ്പ് ചെയ്ത് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള വേറൊരു വീഡിയോ ആക്കാം. ഗൈസ്, നമ്മൾ ടെർമിനൽ 3 വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ് വാൻകൂവറിലേക്ക്. എമിൽ ബ്രോ കൂടത്തുണ്ട് കട്ടക്ക് കട്ടള പോലെ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ എയർ കാനഡ ഫ്ലൈറ്റ് പിടിക്കാൻ പോകുന്നു. സ്റ്റാൻഡ് ബൈയിലാണ് ഇവിടുന്നും പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഫ്ലൈറ്റ് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. നമ്മൾ നേരെ ചെക്കിനിലോട്ട് പോകുന്നു. എന്താ സെറ്റപ്പ് എന്നുള്ള അവിടെ ചെന്നിട്ടാണ്. എമിൽ ബ്രോ വാട്സാപ്പ് യോ ഗൈസ്. ഞങ്ങൾ കൗണ്ടറിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഒരു ഫ്ലൈറ്റ് 12:50 വരാൻ പറഞ്ഞു. ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ചെയ്യുന്ന 2 o'clock. അപ്പോൾ ഇവിടെ ദുബായിലൊരു പ്രശ്നമുണ്ട്, നമ്മളെ ഗേറ്റ് വരെ കൊണ്ടുപോകത്തില്ല, വിടത്തില്ല. അതേസമയം നമ്മുടെ കാനഡയിലാണെങ്കിൽ നമുക്ക് ഗേറ്റിൽ ചെല്ലാം. ഗേറ്റിൽ ചെന്നിട്ട് സ്റ്റാൻഡ് ബൈ ട്രാവൽ ചെയ്യുമോ ഇല്ലയോ നമുക്ക് കൺഫേം ആകത്തുള്ളൂ. സ്റ്റാൻഡ് ബൈ നമുക്കിപ്പോൾ ചാൻസസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഫിഗേഴ്സ് ക്രോസ്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വിശപ്പ്. ഞങ്ങൾ നേരെ ഇവിടെ ഒരു ഫുഡ് കോർട്ടിൽ വന്നു. ഒരു ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ പറഞ്ഞു. ഞാൻ എമിൽ ബ്രോയും കൂടെ അത് കഴിക്കാൻ പോവാണ്. എനിവേസ്, നമ്മൾ പോകുന്നതിനുള്ള പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കുന്നു. എപ്പോഴും ബി പോസിറ്റീവ്. നമ്മളിപ്പോൾ നോക്കുന്നു ഗൈസ് എന്താ വന്ന്. എമിൽ ബ്രോ കേട്ടുള്ള കട്ടക്ക് കേട്ടുള്ള പോലെ. എമിൽ ബ്രോ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജിയുടെ ആളാണ് ഗൈസ്, തന്തവൈവല്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി എന്താണെന്ന് ഒരു ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് തീരുമാനിക്കാം. ഗൈസ്, ഞാൻ ഈ നിൽക്കുന്ന കാണുമ്പോഴേ എനിക്കറിയാം ഞാൻ എവിടെയാണെന്നുള്ളത്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ഞങ്ങൾ ഇന്നലെ തിരിച്ചെത്തി. ചരിത്രമായ ഒരു യാത്രയായിരുന്നു ഗൈസ്. ഇന്നാണ് ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ട്. ഇന്നലെ വന്നപ്പോൾ തൊട്ടേ മഴയൊക്കെ ആയിരുന്നു. മുടിഞ്ഞ ചൂടുള്ളൊരു സ്ഥലത്ത് നിന്ന് ഇച്ചിരി തണുപ്പ്. ഇവിടെ എത്രയും തണുപ്പൊന്നുമില്ല, എന്നാലും ഇപ്പോൾ മഴയൊക്കെ ആയി ഒരു വിൻ്റർ സെറ്റപ്പിലോട്ട് വരുന്നു. എനിവേസ്, ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഞങ്ങൾ സ്റ്റാൻഡ് ബൈയിലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റിലാണ് പോകാനുള്ള കൺഫർമേഷൻ കിട്ടുന്നത്. ഞങ്ങൾ ഓടി ഗേറ്റ് ചെന്നപ്പോഴത്തേക്കിനും ഗേറ്റ് ക്ലോസ് ആകുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കയറുന്നത്. എനിവേസ്, ഞങ്ങളത് മേക്ക് ചെയ്ത് ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുന്നു. ദുബായ് നിങ്ങോട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ബട്ട് എനിവേസ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. കീപ് സപ്പോർട്ടിങ്. ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. കീപ് സപ്പോർട്ടിങ് റോബി കട്ടേക്ക്.